അസുഖങ്ങളെപ്പോലെ തന്നെ നമുക്കിപ്പോൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും ശരി, എനിക്കിപ്പോൾ ഒരു പല്ലുവേദന വന്നു. പല്ലുവേദന വന്നവനെ അത് മനസ്സിലാവുള്ളൂ. ആ പല്ലിൻ്റെ വേദന എത്ര ആഴത്തിലായിരിക്കും. എൻ്റെ അമ്മേ എന്നുള്ളൊരു വേദന, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെയാണ് കാലൊടിഞ്ഞവന് കാലൊടിഞ്ഞ വേദന, പിന്നെ കണ്ണിന് സുഖമില്ലാത്തവന് കണ്ണിൽ സുഖമില്ലാതായതിൻ്റെ വേദന. ഒന്ന് ലെൻസൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് ഉറങ്ങിയൊക്കെ നോക്കണം. എൻ്റെ വേദന അറിഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. ഇനി ഞാൻ മറക്കില്ല. ലെൻസ് അങ്ങനെ ഒഴിവാക്കിക്കളയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വേദന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒട്ടും മനസ്സിലാവില്ല. 99% അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെ അവർ കോമാളി രൂപ, അവളുടെ എന്തോ വിഷമങ്ങൾ പറഞ്ഞിട്ട് നമുക്കെന്താ എന്ന് ചിന്തിക്കുന്നവരാണ് 90%. 99 പറയില്ല, 90%. ചിലർ ഈ ടോണിലെടുക്കും. അവളുടെ എന്ത് ചെയ്യാനാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോണിലെടുത്തിട്ട് പോവും. പിന്നെ അതുപോലെ തന്നെ അപ്പം നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവരോട് മാത്രം നമ്മൾ ഷെയർ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് നമ്മൾ വെറും കോമഡി ആയിരിക്കും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രം പറയുക. ഞാനാണെങ്കിൽ എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ അറിയില്ല. ഞാനിങ്ങനെ എല്ലാവരോടും പറയുന്ന കൂട്ടത്തില്ല കേട്ടോ. എന്നെ മരിയൊന്നും ആരും ആവണ്ട, അതൊന്നും നല്ലതുമല്ല, ഒന്നും പറയണ്ട. അത് അങ്ങനെ ഡീപ്പായാൽ മാത്രമേ പറയാവൂ. ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയൊന്നുമല്ല. ഈ ആൾക്കാർ എൻ്റെ അതേ സെൻസിലെടുക്കുന്നവരായിരിക്കാം. നമ്മളെല്ലാം അങ്ങനെ ചിന്തിക്കുക, നമ്മളെപ്പോലെയാണ് ഓപ്പോസിറ്റുള്ള ആൾക്കാരെന്ന് ഒരിക്കലുമല്ല. പലരും പല ക്യാരക്ടറാണ്. കുറച്ച് നാൾ അടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പലരും പല ക്യാരക്ടറാണ്. നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ഉള്ളിലിരുന്നോട്ടെ, നിങ്ങളുടെ അസുഖം നിങ്ങളുടെ അടുത്തിരുന്നോട്ടെ. മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ കാണുന്നതേ വേറെ രീതിയിലായിരിക്കും. ഞാൻ പറഞ്ഞ പല വീഡിയോയിലും ശരീരത്തിനുണ്ടാകുന്ന അസുഖം പോലെ തന്നെയാണ് മനസ്സിനുണ്ടാകുന്നത്. പിന്നെ മനസ്സിന് പല 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 അസുഖങ്ങളുണ്ടാവും. കാല് ചതവ് വേറെയാണ്, ഒടിവ് വേറെയാണ്, അല്ലേ? ഇത് രണ്ടും വേറെ വേറെയല്ലേ? ഇനി കാലിൽ കമ്പിയിടുന്ന സെക്ഷൻ വരുന്നുണ്ട്, അത് വേറെ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് മനസ്സിനുണ്ടാകുന്ന അസുഖം. ഞാൻ അതുപോലെ ഇതിലെ വീഡിയോ എൻ്റെ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് വൃത്തിയോട് പറയുന്നവരെ ഞാൻ പറയാറുണ്ട്. അവർ ഡിസോർഡറിൻ്റെ വേറെ തലങ്ങളാണ്. നമ്മൾ അവരെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ഡിസോർഡറാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അവരുടെ വീട്ടുകാരാണ് അവരെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അവരെ പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കണം, എനിക്കിങ്ങനെ വൃത്തിയായിട്ട് ഡിസോർഡർ ഉണ്ട്. ചിലർ പകൽമാന്യന്മാരായിരിക്കും, എന്നിട്ട്